ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളൊരു ടയാറയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കൊച്ചു കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു ടയാറയാണ്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽസ് വന്നിട്ട് ഗ്രീൻ ഫ്ലവർ ആണ് കേട്ടോ നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ വൈറ്റ് ബീഡ്സും ക്രിസ്റ്റൽ ബീഡ്സും ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ക്രിസ്റ്റൽ ബീഡ്സ് നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. വൈറ്റ് വേണമെങ്കിൽ സിൽവർ, അല്ലെങ്കിൽ ഇതൊരു മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ്. നമുക്ക് നോക്കുമ്പോൾ ഒരുപാട് കളേഴ്സ് ഇങ്ങനെ മാറി മാറി കാണും. ഇനി നമുക്കിതിൻ്റെ ഓരോ മെറ്റീരിയൽസും പരിചയപ്പെടാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് 4mm ഗിയർ വയറാണ്. അതും സിൽവർ കളറിലുള്ള ഗിയർ വയറാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ്. പിന്നെ വേണ്ടത് ഇതുപോലെയുള്ള ഗ്രീൻ ഫ്ലവർ ആണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ഇത്രയും ഫ്ലവേഴ്സിൻ്റെ ആവശ്യമില്ല, ഒരു 10-12 ഒക്കെ മതി. കാരണം ടയറേൻ്റെ സൈസിനനുസരിച്ച് നീളം കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിനെ കൂടുതൽ എടുത്താൽ മതി. ചെറിയ ഏകദേശം ഒരു മീഡിയം സൈസ് ആണെന്നുണ്ടെങ്കിൽ ഒരു 10-12 ഒക്കെ എടുത്താൽ മതി. പക്ഷേ ഞാനിത് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ ഇത്രയും വലിയ പാക്കറ്റ്. അപ്പോൾ നമ്മൾ ഗ്രീൻ ഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള വൈറ്റ് ബീഡ്സ് ആണ് കേട്ടോ. ഇത് ഏകദേശം ഒരു മീഡിയം സൈസാണ്. ഇതിലും കുഞ്ഞു കുഞ്ഞു ബീഡ്സ് ഉണ്ടെങ്കിൽ അതായാലും കുഴപ്പമില്ല. കാരണം കുഞ്ഞു കുഞ്ഞു ബീഡ്സ് ആണ് ടയറൊക്കെയാണെങ്കിലും ബ്രൂച്ച് ഉണ്ടാക്കാനാണെങ്കിലും ഒരു ഭംഗി കിട്ടണമെന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു ബീഡ്സ് എടുക്കണം. അപ്പോൾ ഇത് നമ്മൾ സെയിലുണ്ട് കേട്ടോ. ഈ കാണുന്ന മെറ്റീരിയൽസ് എല്ലാം നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള ക്രിസ്റ്റൽ ബീഡ്സ് ആണ് കേട്ടോ. കണ്ടില്ലേ, നല്ല തിളക്കമാണ്. ഈ ഒരു ക്രിസ്റ്റൽ ബീഡ്സിൻ്റെ ഒരു പ്രത്യേകത വന്നിട്ട് നല്ല വെയിറ്റ് ആയിരിക്കും, അതുപോലെ തന്നെ നല്ല ഗ്ലേസിങ് ആയിരിക്കും. പിന്നെ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ എന്തുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും, ഇനിയിപ്പോൾ ജ്വല്ലറി ആവട്ടെ അല്ലെങ്കിൽ ഹെയർ അക്സസറി എന്തുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും അതിന് ഒരു പ്രത്യേക ക്വാളിറ്റി തന്നെ ആയിരിക്കും കേട്ടോ. അതാണ് ഈ ഒരു ക്രിസ്റ്റൽ ബീഡിൻ്റെ ഒരു പ്രത്യേകത. ഇനി നമുക്ക് ടയർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് 4mm ഗിയർ വയർ എടുക്കുക. അതൊരു 2.5 സെൻറ്റിമീറ്റർ എടുക്കുക കേട്ടോ. നമ്മളുടെ ക്ലോത്ത് അളക്കുന്ന ടാപ്പ് കൊണ്ട് അളന്നിട്ടായാലും കുഴപ്പമില്ല. ഒരു 2-2.5 മീറ്റർ എടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷൻ ഇതുപോലെ എടുത്തിട്ട് ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് ബാക്കിയുള്ള കമ്പി പിരിച്ചു കൊടുക്കുക. ഇനി അതിൽ ഏതെങ്കിലും ഒരു കമ്പിയിൽ ഇതുപോലെ 3 ക്രിസ്റ്റൽ ബീഡ് വരി വരിയായിട്ട് കോർത്ത് കൊടുക്കുകയാണ്. കോർത്തതിന് ശേഷം അതിൽ ഒരു ക്രിസ്റ്റൽ ബീഡ് എടുക്കുക. എന്നിട്ട് എടുക്കുമ്പോൾ നമ്മളുടെ വിരലിൻ്റെ ഒരു സൈസാണ് നമ്മൾ എടുക്കേണ്ടത്. കണ്ടില്ലേ, ഞാനിവിടെ ഈ ഒരു സൈസിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിലും കൂടുതൽ സൈസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നീളം കൂട്ടിയാൽ മതി. അപ്പം ഞാൻ ആ ഒരു സൈസിലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് പിരിച്ചു കൊടുക്കുകയാണേ. ഫുള്ളായിട്ട് പിരിച്ചു കൊടുക്കരുത്, പകുതിയായിട്ട് പിരിച്ചു കൊടുക്കുക. ഇനി രണ്ടാമത്തെ ക്രിസ്റ്റൽ ബീഡ് ഇതുപോലെ വെച്ചിട്ട് അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. പകുതി വേണം പിരിച്ചു കൊടുക്കാനായിട്ട്. മൂന്നാമത്തെ ക്രിസ്റ്റൽ ഇതുപോലെ എടുത്തിട്ട് അതും പിരിച്ചു കൊടുക്കുകയാണേ. നമ്മൾ ഫുള്ളായിട്ട് ഈ ഒരു 3 ബീഡ്സും പിരിച്ചു കൊടുക്കുന്നില്ല, പകുതി പകുതിയായിട്ടാണ് പിരിച്ചു കൊടുക്കുന്നത്. ഇനി ബാലൻസ് വരുന്ന ഒരു 2 കമ്പി നന്നായിട്ട് ഇങ്ങനെ ടിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണേ. അപ്പോൾ പിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഷേപ്പിലാണ് കേട്ടോ കിട്ടുന്നത്. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഇതുപോലെ ആക്കിയെടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് 3 ക്രിസ്റ്റൽ ബീഡ് വരി വരിയായിട്ട് കോർത്ത് കൊടുക്കുകയാണ്. ഇനി അതിൽ ഒരു ക്രിസ്റ്റൽ ബീഡ് എടുത്തിട്ട് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ്. ലെങ്ത്ത് വന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത അതേ ലെങ്ത്ത് തന്നെയാണ്. നമ്മളുടെ വിരലിൻ്റെ ഒരു ലെങ്ത്ത് എപ്പോഴും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ നേരത്തെ എത്ര ലെങ്ത്തിലാണോ എടുത്തിട്ടുള്ളത് അതേ ലെങ്ത്തിൽ തന്നെ ആയിരിക്കണം ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ എടുക്കേണ്ടത്. അല്ലെങ്കിൽ രണ്ട് സൈസ് ആയിരിക്കും. അപ്പോൾ നമ്മളുടെ ടയർ കാണാനായിട്ട് ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇതേ മൂന്നാമത്തെ ക്രിസ്റ്റൽ നമ്മൾ പിരിച്ചു കൊടുക്കുകയാണ്. പകുതി വേണം പിരിച്ചു കൊടുക്കാനായിട്ട്. ഈ ഒരു 3 എണ്ണം പിരിച്ചു കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് വരുന്ന ആ ഒരു 2 കമ്പി ഇങ്ങനെ ടിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടില്ലേ, നല്ല ഭംഗിയാണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ എത്രയാണോ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് അതേ ലെങ്ത്ത് തന്നെയാണ് കേട്ടോ. 2 സൈഡും ഒരേ ലെങ്ത്തിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. കണ്ടില്ലേ. ഇനി ആ ബാലൻസ് വരുന്ന 2 കമ്പി ഇങ്ങനെ ടിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അതിൽ ഏതെങ്കിലും ഒരു കമ്പിയിൽ ഫസ്റ്റ് വൈറ്റ് ബീഡ്, ഫ്ലവർ ബീഡ്, അതുപോലെ അതിൻ്റെ മുകളിലായിട്ടൊരു വൈറ്റ് ബീഡ് കോർത്തതിന് ശേഷം ആ ഒരു കമ്പി ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം കോർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ബാലൻസ് വരുന്ന ഒരു 2 കമ്പി നന്നായിട്ട് ഇങ്ങനെ പിരിച്ചു കൊടുക്കുകയാണ്. ആ ഒരു ഫ്ലവർ ടൈറ്റായിട്ട് നിൽക്കുന്ന രീതിയിൽ നല്ല ടൈറ്റായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളത് പിരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള കമ്പിയിൽ ഒരു വൈറ്റ് ബീഡ്, ഒരു ഫ്ലവർ ബീഡ്, അതിൻ്റെ മുകളിലായിട്ട് ഒരു വൈറ്റ് ബീഡ് കോർത്തതിന് ശേഷം ആ ഒരു കമ്പി ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം കോർത്തെടുക്കുക. എന്നിട്ട് ആ ഒരു കമ്പി നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് പിരിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു ഫ്ലവർ നല്ല ടൈറ്റായിട്ട് വേണം പിരിച്ചു കൊടുക്കാനായിട്ട്.
അപ്പോൾ ഇതേ നമ്മൾ ഫ്ലവർ പിരിച്ചു കൊടുത്തിട്ടുണ്ട്, നല്ല ടൈറ്റായിട്ട് തന്നെ പിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആ ബാലൻസ് വരുന്ന 2 കമ്പി ഇങ്ങനെ ടിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ തൊട്ട് താഴെയുള്ള കമ്പിയിൽ ഒരു ക്രിസ്റ്റൽ ബീഡ് മാത്രം കോർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഈ ഒരു വൈറ്റ് ബീഡ് കോർത്ത് കൊടുക്കുക. എന്നിട്ട് അതും നന്നായിട്ട് പിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന എല്ലാ മെറ്റീരിയലും ക്രിസ്റ്റൽ ബീഡ്, ഫ്ലവർ ബീഡ്, അതുപോലെ ഈ ഒരു വൈറ്റ് ബീഡ്, ഈ ഒരു 3 ബീഡ്സ് ഇങ്ങനെ മാറി മാറി അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ വീഡിയോ ശ്രദ്ധിക്കുക കേട്ടോ, എങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത് എന്നുള്ളത് വീഡിയോ ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസും കേൾക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് നമുക്ക് ക്രിസ്റ്റൽ ബീഡ്സിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ക്രിസ്റ്റൽ ബീഡ്സിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് ക്രിസ്റ്റലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ഒരു മെറ്റീരിയലിന് നല്ല റേറ്റ് ആയിരിക്കും. അതായത് 40 രൂപ മുതൽ 70 രൂപ വരെ നമുക്കതിന് റേറ്റ് ഇടാം. കാരണം അത്രയും ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റാണ് ക്രിസ്റ്റൽ ബീഡ്സ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ബട്ടൺ ഹൗസ്, ക്രാഫ്റ്റ് ഷോപ്പിലെല്ലാം വാങ്ങാൻ കിട്ടും. ഈ ഒരു ക്രിസ്റ്റൽ ബീഡ്സ് വെച്ചിട്ട് നമുക്ക് ഹെയർ അക്സസറീസ് ഉണ്ടാക്കാം, ജ്വല്ലറീസ് ഉണ്ടാക്കാം, കൊലുസ്, ബ്രേസ്ലെറ്റ്, കമ്മൽ, മാല, അതുപോലെ ഹെയർ അക്സസറീസ് ആയിട്ടുള്ള അലിഗേറ്റർ ക്ലിപ്പിൽ ഡിസൈൻ ചെയ്യാം. അപ്പോൾ പറഞ്ഞു വരുന്നത് ക്രിസ്റ്റൽ ബീഡ്സ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഏതൊരു പ്രൊഡക്റ്റിനും അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടാവും. ഇനിയിപ്പോൾ നിങ്ങൾ എന്തെങ്കിലും അക്സസറി ഉണ്ടാക്കിയിട്ട് സെയിലാക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം നല്ല റേറ്റ് ഇടാം കേട്ടോ ആ ഒരു പ്രൊഡക്റ്റിന്. ഇനിയിപ്പോൾ hairbrooch ആവട്ടെ, ടയർ ആവട്ടെ, എന്ത് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നല്ല പൈസ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഇനി അടുത്തത് വന്നിട്ട് ഈ ഒരു ഫ്ലവർ ബീഡ്സ് ആണ് കേട്ടോ. അപ്പോൾ ഫ്ലവർ ബീഡ്സിൻ്റെ ഒരു വലിയ കളക്ഷൻ തന്നെ നമ്മളുടെ കയ്യിലുണ്ട്. 13 ഐറ്റം ഫ്ലവേഴ്സാണ് കേട്ടോ. അപ്പോൾ കളേഴ്സിലും വരുന്നുണ്ട്, ഓഫ് വൈറ്റിലും വരുന്നുണ്ട് കേട്ടോ. ഓഫ് വൈറ്റിൽ വരുന്ന ഫ്ലവേഴ്സ് എല്ലാം ബ്രൈഡൽ പ്രൊഡക്റ്റാണ്, ഡിമാൻഡഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ. എല്ലാം അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ സെയിലാക്കുന്നത്. പിന്നെ വരുന്നത് കളർ ഫ്ലവേഴ്സാണ്. കളർ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു ഗ്രീനിൽ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഗ്രീൻ കളറാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് വന്നിട്ട് യെല്ലോ, ബ്ലൂ, സ്കൈ ബ്ലൂ, വൈറ്റ്, അങ്ങനെ ഒരു 7 ഐറ്റം ഫ്ലവേഴ്സാണ് വരുന്നത്. 7 കളേഴ്സിലാണ് വരുന്നത്. അപ്പോൾ ഫ്ലവർ ബീഡ്സ് ആവശ്യമുള്ളവർ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. പിന്നെ വരുന്നത് ഈ ഒരു വൈറ്റ് ബീഡ്സ് ആണ് കേട്ടോ. വൈറ്റ് ബീഡ്സിൻ്റെ 10 ഐറ്റം ബീഡ്സിൻ്റെ കളക്ഷൻസ് നമ്മളുടെ കയ്യിലുണ്ട്. ആവശ്യമുള്ളവർ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് നമ്പർ ഈ ഒരു വീഡിയോൻ്റെ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്നിട്ട് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു ബിസിനസ് ഐഡിയ ആണ് കേട്ടോ ഈ hairbrooch, ടയാറ, hairvine ബിസിനസ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു പ്രാവശ്യം ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നമുക്കിത് ശരിയാവണമെന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളിത് ഒരുപാട് പ്രാവശ്യം ചെയ്താണ് ഒന്ന് ലെവലായി കിട്ടുക. അപ്പോൾ അതുവരെ നമ്മളിത് ഓരോന്ന് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോഴേ ഇത് ശരിയാവുള്ളൂ കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ബീഡ്സ് എല്ലാം നമ്മൾ താഴോട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ്. പിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് ഈ ഒരു ലെങ്ത്തിലാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു സൈസ് എന്ന് പറയുമ്പോൾ കൊച്ചു കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ വെച്ച് നോക്കുമ്പോൾ ഇത്രയും ലെങ്ത്തിലാണ് കേട്ടോ കിട്ടുന്നത്. ഇനി ലാസ്റ്റ് നമ്മൾ എൻഡിങ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആ ഒരു 2 കമ്പി ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ആ ഒരു കമ്പി ഇങ്ങനെ വളച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഒരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ വളച്ചതിന് ശേഷം ബാലൻസ് വരുന്ന ആ ഒരു കമ്പി ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ് കേട്ടോ. നല്ല ടൈറ്റായിട്ട് ചുറ്റിയതിന് ശേഷം ബാക്കിയുള്ള കമ്പി കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. അപ്പോൾ നമ്മളുടെ ക്രിസ്റ്റൽ ബീഡ് വെച്ചിട്ടുള്ള ടയർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഗ്രീൻ ഫ്ലവറും ആ ഒരു ക്രിസ്റ്റൽ ബീഡും അടിപൊളി നല്ലൊരു കോമ്പിനേഷനാണ്. ഇടയ്ക്ക് ആ ഒരു വൈറ്റ് ബീഡും കൂടെ വരുമ്പോൾ സംഭവം പൊളിച്ചിട്ടുണ്ട്. നേരിട്ട് കാണാനാണ് ഒന്നും കൂടെ ഭംഗി കേട്ടോ. അപ്പോൾ ഏതൊരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും ക്രിസ്റ്റൽ ബീഡ് അതിൻ്റെ ഇടയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിന് ഒന്നും കൂടെ ക്വാളിറ്റി ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ അത് സെയിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ റേറ്റ് കൂട്ടിയിട്ട് നമുക്കത് സെയിലാക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു, യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മെറ്റീരിയൽസ് നമുക്ക് ബട്ടൺ ഹൗസ്, ക്രാഫ്റ്റ് ഷോപ്പിലെല്ലാം കിട്ടും. ഇനിയിപ്പോൾ കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു.